കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. സ്നേഹമുള്ള ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം തരുന്ന ഒരു വചന സന്ദേശം ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം. അതിലിങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്: ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന യേശുവിനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്ങോ മരിച്ച് മൺമറഞ്ഞു പോയൊരു ദൈവത്തിലല്ല നമ്മൾ ആശ്രയം വയ്ക്കുന്നത്. എങ്ങോ മരിച്ച് മൺമറഞ്ഞു പോയ എവിടെയോ ആയിരിക്കുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ ശരണം വയ്ക്കുന്നത്. നമുക്ക് വേണ്ടി മരിച്ച് ഇതാ പാതാളത്തിൽ ഇറങ്ങി 3-ാം നാൾ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ആ യേശുക്രിസ്തുവിലാണ് നമ്മൾ ശരണം വയ്ക്കുന്ന പ്രിയപ്പെട്ടവരെ. പിശാച് ഞെട്ടിവിറയ്ക്കുന്ന ഏറ്റവും വലിയ വിശ്വാസമാണ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചു എന്നതും, ആ യേശുക്രിസ്തു അടക്കപ്പെട്ട് ഇതാ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം കർത്താവായ യേശു താൻ പ്രവചിച്ചിരുന്ന പോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന വിശ്വാസം ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താൻ ഞെട്ടിവിറയ്ക്കുന്നു. പിശാച് ഭയപ്പെട്ടോടുന്നു ആ വ്യക്തിയുടെ അരികിൽ നിന്ന്. അതാണ് സഭ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയ്ക്ക് ഇത്രയും വില കൊടുക്കുന്നത്. യേശു പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ശാപമുള്ള കുരിശുമരണം ഏറ്റെടുത്ത് അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ലെന്നേ, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല. എന്നിട്ടും അവൻ ധനികരുടെയും പാപികളുടെയും കൂടെ എണ്ണപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു മരിച്ച് ഉയിർത്തെഴുന്നേറ്റു എന്ന് ആര് വിശ്വസിക്കുന്നോ ആ വ്യക്തി ഇതാ ശാപമോക്ഷം കിട്ടിയ വ്യക്തിയാണ്. ആ വ്യക്തി യേശുക്രിസ്തുവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ രക്ഷ പൂർണ്ണമാകുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശു കർത്താവാകുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മനുഷ്യൻ്റെ രക്ഷ പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുകയും ഒപ്പം യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയിർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ പാപമോചനത്തിൻ്റെ അഭിഷേകം നേടുന്ന പ്രിയപ്പെട്ടവരെ.
യേശു കർത്താവാകുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ, എൻ്റെ യേശുവാണ് ജീവിക്കാൻ എന്നെ അനുവദിച്ചത്. എൻ്റെ യേശുവാണ് എന്നെ രക്ഷിക്കുന്നവൻ. ഞാൻ ഇന്ന് ശാപമില്ലാത്തൊരു വ്യക്തിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ യേശു ക്രിസ്തു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സ്വയം ശാപങ്ങൾ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശു ഇതാ മരിച്ച് 3-ാം ദിവസം താൻ പ്രവചിച്ച പോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വ്യക്തിയിലാണ് ഈസ്റ്ററിൻ്റെ സന്തോഷം നിറയുക പ്രിയപ്പെട്ടവരെ. ആ വ്യക്തിയിലാണ് രക്ഷ പൂർണ്ണമാകുന്നത്. ആ വ്യക്തിയാണ് ദൈവത്തിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിക്കപ്പെടുന്നൊരു വ്യക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ഒരു വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ ഒപ്പമുണ്ടെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ അവിടെ ചിത്രീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ശിഷ്യന്മാർ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞില്ലേ, ഇനി എന്താ ഉള്ളത് ഇവിടെ, ഇനി എവിടെയാണ് എന്താ വെച്ചിരിക്കുന്നത്? നിരാശപ്പെട്ട് അവർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. യേശുവിനെ കല്ലറയുടെ അടുക്കൽ ചെന്ന് നോക്കിയപ്പോൾ ചിലർ കണ്ടില്ല, ചിലർ പറഞ്ഞു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന്. അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ യേശു അവരുടെ കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഒരു വ്യക്തിയാണോ നീ? ഏത് കാര്യങ്ങൾ? നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ നിയമജ്ഞരാലും പ്രധാന പുരോഹിതരാലും വിധിക്കപ്പെട്ട് മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവനെ കണ്ടു എന്ന് ചിലർ ഞങ്ങളോട് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു അവരുടെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. 24-ാമത്തെ അധ്യായം ലൂക്കായുടെ സുവിശേഷത്തിൽ 25-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ഈശോ പറഞ്ഞ്, അല്പം ശാസന രൂപത്തിലാണ് ഈശോ പറഞ്ഞ്, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് ഉയർക്കേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഭോഷത്വമാണ് പ്രിയപ്പെട്ടവരെ. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വസിക്കായ ഭോഷത്വമാണ്. ഭോഷന്മാരെ, ഹൃദയം മന്ദീഭവിച്ചവരെ, യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്തത് ഹൃദയത്തിൽ മന്ദത അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കണം, നമ്മുടെ മനസ്സിൽ അത് രേഖപ്പെടുത്തണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് ഭൂമിയിൽ എല്ലായിടത്തും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. മനുഷ്യ മക്കൾ ചരിക്കുന്നതും ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹം, ആ ഉയർത്തെഴുന്നേറ്റ നാഥൻ്റെ അനുഗ്രഹം. പൗലോസ്ലീഹ അതാണ് വിളിച്ചു പറയുന്നത്. രക്ഷ പൂർണ്ണമാകണമെങ്കിൽ ഇത് വിശ്വസിക്കണം, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച ആ ദൈവപുത്രൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്, ഒരു ഫലവുമില്ലാത്തതാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളും വിശ്വസിക്കണം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മെ ഉയർപ്പിക്കാൻ വേണ്ടി ആ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ പ്രിയപ്പെട്ട ദൈവമക്കളെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ഈ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് മൂലം നിങ്ങളെയും
ഉയിർപ്പിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ഈ ആത്മാവ് നിങ്ങളെയും നിങ്ങളുടെ മർത്യ ശരീരത്തിൽ നിന്ന് ഉയർപ്പിക്കും. നമുക്കൊരു ഉയർപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. ഒരു പക്ഷേ ഇന്ന് സഹനങ്ങളും കഷ്ടപ്പാടൊക്കെ ഉണ്ടോ, ഇന്ന് വേദനയുണ്ടോ, അത് നിരുപാധികം ആരോടൊന്നും വെറുപ്പില്ലാതെ ക്ഷമിച്ച് ആ യേശു ക്രിസ്തുവിൽ അർപ്പിച്ച് ആ സഹനങ്ങളും കഷ്ടപ്പാടും സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു ദുഃഖവെള്ളി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുക, നിനക്കായിട്ടൊരു ഉയർപ്പ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് വിഷമിക്കുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഇന്നത്തെ കഷ്ടപ്പാടിനെ കുറിച്ച് ഒരിക്കലും നീ വേദനിക്കരുത്. യേശു ഇതാ ഒത്തിരി പീഡ സഹിച്ചു പ്രിയപ്പെട്ടവർ, ഒത്തിരി വേദനിച്ചു ആ ദൈവപുത്രൻ. ആരും ഉണ്ടായിരുന്നില്ലെന്നേ സഹായിക്കാൻ. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല, ആരുമില്ല ദൈവത്തെ സഹായിക്കാൻ. അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടവരുണ്ടെന്ന്, അവിടുന്ന് വർദ്ധിപ്പിച്ച അപ്പം തിന്നവരുണ്ട്. ആരുമില്ലായിരുന്നു പ്രിയപ്പെട്ടവർ. എന്നാൽ ആ സഹനത്തിൻ്റെ ആ വഴികളിലൂടെ കടന്നു പോയപ്പോൾ, ആ കുരിശ് ചുമന്ന് ഗാഗുൽത്ത മലയിലേക്ക് പോയപ്പോൾ ആ ഈശോയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ പിതാവ് എൻ്റെ ഒപ്പമുണ്ട്. ആ ദൈവം എന്നെ അനുഗ്രഹിക്കും, ആ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടിലിരിപ്പുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളിലിരിപ്പുണ്ടോ? നീറിപ്പോയി എന്നൊരു ജീവിതമാണോ നിൻ്റെ? സഹായിക്കാൻ ആരുമില്ലാതെ വേദനിച്ച് അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണോ? രോഗപീഠകൾ നീ വേദനിക്കുന്നുണ്ടോ? രോഗത്തിൻ്റെ ആ കാഠിന്യമായ ദുഃഖത്തിൽപ്പെട്ട് നീ അസ്വസ്ഥമായ ഒരു മനസ്സുമായിട്ടാണോ ഈശോയുടെ മുമ്പിൽ നിന്നിരിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, നിൻ്റെ ജീവിതത്തിലും ഒരു ഉയിർപ്പുണ്ട്. നിൻ്റെ ജീവിതത്തിലും ഒരു ഉയിർപ്പുണ്ട്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ പരിശുദ്ധാത്മാവ് ഇതാ നിന്നെയും ഉയർപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരെ ഓർക്കുന്നത്. അവർക്കുണ്ട് ഉയർപ്പ്. നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കലും അസ്വസ്ഥരാകരുത്, ഒരിക്കലും വേദനിക്കരുത്. ദൈവമുണ്ട് നിനക്ക്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ അറിയില്ല എൻ്റെ മോന്, എൻ്റെ മോൾക്ക് അറിയില്ല. എന്തിനാ ഞാൻ നിനക്ക് ഈ വേദന തന്നെ? എന്തിനാ ഞാൻ നിനക്ക് ഈ കഷ്ടപ്പാട് തന്നെ? എന്തിനാ ഞാൻ നിനക്കൊരു ദുഃഖത്തിലൂടെ കടത്തിവിട്ട്? എന്തുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് ഒറ്റപ്പെടുത്തി? അതിൻ്റെ പിന്നിൽ ഒരു ഉയിർപ്പിൻ്റെ രഹസ്യം കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ഉയിർപ്പിൻ്റെ മഹത്വത്തിലേക്കുള്ള വിളി കിടപ്പുണ്ട്. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിൽ കുറേ സമ്പത്തുണ്ടാകണം, ഈ ലോകത്തിൽ ഒരു മാളിക പണിയണം, ഈ ലോകത്തിൽ ആഡംബരത്തോടു കൂടി ജീവിക്കണം, ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കണം. ഇങ്ങനൊരു ലക്ഷ്യം മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ നിന്നെ നയിച്ചതെങ്കിൽ ദൈവം പറയുന്നു, ഞാനും നീയും ഈ ഒരു ലക്ഷ്യമാണെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്. എന്നാൽ ഒരു ഉയർപ്പ് സ്വപ്നം കാണണം പ്രിയപ്പെട്ടവരെ. ദൈവത്തോടു കൂടെയുള്ള ഒരു ജീവിതം സ്വപ്നം കാണണം. അതാണ് ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ഈ ലോകത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചോട്ടെ എന്ന് ഏത് വിശുദ്ധരുണ്ട് ഈ ലോകത്തിൽ സഹിക്കാത്തതായിട്ട്? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേദനയുണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നമുണ്ടായിക്കോട്ടെ, നിനക്കൊരു ഈസ്റ്റർ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ദുഃഖവെളിയിലൂടെ നീ കടന്നു പോകുന്നത് കൊണ്ടാണ് ഒരു ഈസ്റ്ററിലേക്ക് നിന്നെ ദൈവം നയിക്കുന്നത്. ഈ കഷ്ടപ്പാടിനെ കുറിച്ച് ഒന്നും വേദനിക്കരുത് പ്രിയപ്പെട്ടവർ. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം 2 കൊറിന്തോസ് 2:2 പൗലോസ് അപ്പോസ്തലൻ ആത്മാവിനാൽ പ്രചോദിതമായിട്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കുവാനുള്ളത്? ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ മറ്റാരാ എന്നെ സന്തോഷിപ്പിക്കാനുള്ളത്? ദൈവം നമുക്കൊരു വേദന തരുന്നെങ്കിൽ
ദൈവം അതിൻ്റെ പിന്നിൽ ആനന്ദിക്കുന്ന ഒരു സമയം വരും. എന്തിനാ ദൈവം ആനന്ദിക്കുന്നത്? നമ്മുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിച്ച് നമ്മുടെ ആത്മാവിനെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന, ഉയർപ്പിലേക്ക് നയിക്കുന്ന ആ ഒരു വലിയ പദ്ധതിയുടെ അഭിഷേകത്തിന് വേണ്ടിയാണ് ദൈവം ഒരു വേദന അനുവദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു കഷ്ടപ്പാടില്ലാതെ, എന്തെങ്കിലും ഒരു വേദനയോ പ്രയാസമോ ഇല്ലാതെ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുമോ? എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകം ഉണ്ടാകുക? വേദനയോടെ ഒറ്റപ്പെട്ട് സഹിച്ചിരിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയാണ് അഭിഷേകം കൂടുക. പ്രിയപ്പെട്ടവരെ, ആഡംബരത്തിലും സമൃദ്ധിയിലും ഒരല്ലലുമില്ലാതെ തുള്ളിച്ചാടി നടക്കുന്ന, സന്തോഷിച്ച് നടക്കുന്ന ഒരു വ്യക്തി, അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴല്ല അഭിഷേകം നിറയുന്നത്. വേദനയോടെ, കഷ്ടപ്പാടിൻ്റെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിൽ, ദാരിദ്ര്യാവസ്ഥയിൽ, ലാസറിനെ പോലെ ഭൂമിയിൽ വേദനിച്ച് ജീവിച്ച ഒരു അഭിഷേകത്തിൽ, ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാകുക. ശരീരമെല്ലാം കോരിത്തരിക്കുന്നൊരവസ്ഥ, ദൈവത്തിന് മുമ്പിൽ ഇരിക്കാനുള്ളൊരു അഭിഷേകം. ലാസറിൻ്റെ ജീവിതത്തിൽ, ആ ദരിദ്രനായ ലാസറിൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ ദൈവം കടത്തിവിട്ടത് കൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് അബ്രാഹത്തിൻ്റെ മടിയിൽ ഇരിക്കാനായിട്ട് ദൈവം അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തെയും ഒരു ഉയർപ്പിലേക്ക് നയിക്കാൻ, ഒരു മോചനത്തിലേക്ക് നയിക്കാൻ, ഒരു വിടുതലിലേക്ക് നയിക്കാൻ, പിശാച്ചിൽ നിന്നുള്ള ഒരു വലിയ രക്ഷയിലേക്ക് നയിക്കാൻ ആ ദൈവം ഒരു ദുഃഖ വെള്ളിയാഴ്ച നിൻ്റെ ജീവിതത്തിൽ അനുവദിച്ചുവെങ്കിൽ, ഒരു സഹനത്തിലൂടെ നിന്നെ കടത്തിവിട്ടുവെങ്കിൽ, എല്ലാവരാലും കൈവിട്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിന്നെ നയിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആ ഉയർപ്പ് ഞായർ സ്വപ്നം കണ്ടുകൊണ്ട്, ആ ഉയർപ്പിനെ സ്വപ്നം കണ്ടുകൊണ്ട് നീ നിൻ്റെ ദൈവത്തിന് നന്ദി പറയണം. സാരമില്ല ദൈവമേ, എനിക്ക് ഒരു പരാതിയില്ല കർത്താവേ, ഞാൻ മനസ്സിലാക്കുന്നു നീ പീഡകൾ സഹിച്ച് നീ ഉത്ഥാനത്തിലേക്ക് നയിക്കപ്പെട്ടതുപോലെ നിന്നെ സ്നേഹിക്കുന്ന, നിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന ഞങ്ങളും ഇതാ ഈ ലോകജീവിതത്തിലെ കഷ്ടപ്പാട് ഉണ്ടെങ്കിലും, ദാരിദ്ര്യാവസ്ഥ ഉണ്ടെങ്കിലും, വേദനിക്കുന്നൊരു ജീവിതമാണെങ്കിലും, എൻ്റെ തമ്പുരാനെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് അത്ഭുതകരമായ ഒരു ഉയർപ്പിലേക്ക്, ഒരു മഹത്വത്തിലേക്ക്, ഒരു പ്രത്യാശയിലേക്ക് നീ നയിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങ് ഞങ്ങളുടെ കർത്താവാണ്, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്, അങ്ങ് ഞങ്ങളുടെ നാഥനാണ്. ഈ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞ് ഇന്നും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ, കണ്ണുനീരൊഴുക്കുന്ന തൻ്റെ മക്കളുടെ കണ്ണുനീരൊപ്പുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ വിശ്വാസം ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കട്ടെ തമ്പുരാനെ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കഷ്ടപ്പാടിനോർത്ത് ഞങ്ങൾ നന്ദി പറയാം. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ, ദൈവമേ കണ്ണു തുറന്ന് കാണണമേ, ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് മരിച്ച് പാതാളത്തിൽ കിടക്കുന്നവർ ദൈവം നീതിമാനെന്ന് പ്രഘോഷിക്കുകയില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുകയില്ല. ദൈവമേ കണ്ണു തുറന്ന് കാണണമേ, ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് മരിച്ച് പാതാളത്തിൽ കിടക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ദൈവം നീതിമാനെന്ന് പ്രഘോഷിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും, ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും, വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവനും ദൈവത്തെ മഹത്വപ്പെടുത്തും. വലിയ ദുഃഖം അനുഭവിക്കുന്നവരിപ്പുണ്ടോ? ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവരുണ്ടോ? എന്തെങ്കിലും രോഗം മൂലം വേദനിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ടോ? വലിയ ദുഃഖം അനുഭവിക്കുന്നവരും, ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവരും, വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവരും, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, കടബാധിതയാൽ വേദനിക്കുന്നവർ, പലിശക്കാർ വന്ന് ശല്യപ്പെടുത്തുമ്പോൾ പേടിച്ച് വാതിൽ തുറക്കാൻ പോലും ഭയപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ഇരിപ്പുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നവർ ഇരിപ്പുണ്ടോ? എല്ലാം തകർന്നു ഇനി രക്ഷയില്ലെന്ന് കരുതുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ? എല്ലാ വാതിലുകളും അടഞ്ഞു പോയി എന്ന് വ്യസനത്തോടെ ചിന്തിക്കുന്ന ദൈവമക്കൾ ഇരിപ്പുണ്ടോ? എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയാണ്, എല്ലാവരും എന്നെ കൈവിട്ടു, മാതാപിതാക്കൾക്ക് വേണ്ട എന്നെ, ജീവിത പങ്കാളി ഉപേക്ഷിച്ചു, മക്കൾ പോലും എന്നെ ഓർക്കുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരില്ല സഹായത്തിന്, ഭാര്യയുടെ വീട്ടുകാരില്ല എന്നെ സ്നേഹിക്കാനും സഹായിക്കാനും, ഞാനൊരൊറ്റയാണ് എന്ന് മനസ്സിലോർത്ത് തളർന്ന മനസ്സുമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളെ, കർത്താവിൻ്റെ പൊന്നു മക്കളെ, ഒരു കാര്യം വിശ്വസിച്ചോ, നീ ഒരു ഉയർപ്പിലേക്ക് ദൈവം നിന്നെ നയിക്കുന്നുണ്ട്. ഈ ദുഃഖവള്ളിയുടെ അനുഭവത്തിലൂടെ കടത്തിവിടാതെ ഒരു ഉയർപ്പില്ല പ്രിയപ്പെട്ടവരെ.
ഈ ദുഃഖവെള്ളിയുടെ അനുഭവത്തിലൂടെ കടത്തിവിടാതെ ഒരു ഉയർപ്പിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രവാചകനിലൂടെ, ബാറുക്ക് പ്രവാചകനിലൂടെ കേട്ട ഈ വചനം ഓർക്കുക. വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണുമങ്ങിയവനും ദൈവത്തെ മഹത്വപ്പെടുത്തണം, നന്ദി പറയണം. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിശ്വസിക്കാം. യേശു കർത്താവാകുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയാം. ദൈവം യേശു ക്രിസ്തുവിനെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ രക്ഷകനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാം. ഇന്നത്തെ കഷ്ടപ്പാടിനോർത്തെല്ലാം നന്ദി പറയട്ടെ. സാരമില്ല ദൈവമേ, എനിക്ക് പരാതിയില്ല ഈശോയെ, ഞാനിന്ന് രോഗിയാണ്, സങ്കടപ്പെടുന്നൊരു വ്യക്തിയാണ്, ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതമാണ് ദൈവമേ. മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു വഴിയും കാണുന്നില്ല. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു നിന്നെ മഹത്വത്തിലേക്ക് നയിച്ച ആ ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ നിന്നിലൂടെ ഞങ്ങളെയും മഹത്വത്തിലേക്ക് നയിക്കും. ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവെ, ഒരു ഈസ്റ്ററിൻ്റെ ആ വലിയ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ ഞങ്ങൾ വ്യാപരിക്കട്ടെ. സഹനങ്ങളെ ഓർത്ത് നന്ദി പറയട്ടെ. എന്ത് വേദന വന്നാലും നിന്നെ ഉപേക്ഷിക്കാതെ നിൻ്റെ ജീവിതപാത കണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടിലൂടെ, ഈ മുള്ളു നിറഞ്ഞ വഴിയിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ഉയർപ്പിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവമക്കളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാലാഖ ഗണങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സൗഖ്യം നൽകും നാഥാ, ഒരിക്കലും വറ്റാത്ത ഉറവ പോലെ, ഒരിക്കലും തീരാത്ത കടലലക്കും നിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ എന്നുമെന്നും യേശുനാഥാ. ഒഴുകും പുഴയായി സ്നേഹം തഴുകും കാറ്റായി സൗഖ്യം നൽകും നാഥാ. വേണം നിന്നെ കണ്ട് കൊതി തീരുവാൻ, ഇനിയൊരു ജന്മം കൂടെ വേണം നിന്നെ കണ്ട് കൊതി തീരുവാൻ. മറ്റൊരു ജന്മത്തിൽ മരക്കുരിശേന്തി കൂടെ നടക്കാൻ കൊതിക്കുന്നു ഞാൻ. എൻ്റെ ഈശോ സ്വന്തം ഒഴുകും പുഴയായി സ്നേഹം തഴുകും കാറ്റ്
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമം